ഹായ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും റെസിപ്പി ചെയ്യാമെന്ന്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അങ്കമാലി സ്പെഷ്യൽ പോർക്ക് റോസ്റ്റ് ആണ്. നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഞാനിവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒരു ചെറിയ സൈസിൽ കട്ട് ചെയ്ത പോർക്ക് എടുത്തിട്ടുണ്ട്. ദെൻ അതിനകത്തോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ ഓഫ് വിനീഗർ ഒഴിക്കുക. വിനീഗർ അല്ലെങ്കിൽ ലെമൺ ആണ് നല്ലത്. ഞാൻ എല്ലായ്പ്പോഴും ലെമൺ ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ എൻ്റെ കയ്യിൽ ലെമൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിനീഗർ യൂസ് ചെയ്യുന്നു. ദെൻ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. നന്നായിട്ട് മിക്സ് എന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തേക്കും ഈ രണ്ടെണ്ണവും എത്താവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ദെൻ ഈ മിക്സ് ചെയ്തിട്ട് ഒരു 1 അവർ മാറ്റി വെക്കണം. നന്നായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ പോർക്ക് ബട്ട് എന്ന് പറഞ്ഞൊരു പീസാണ് എടുത്തേക്കുന്നത്. ഡിപ്പെൻസ് അപ്പോൾ നിങ്ങൾക്ക് ബെല്ലി പീസ് എടുക്കണമെങ്കിൽ ബെല്ലി പീസ് എടുക്കാം. ഞാൻ മീറ്റും ആ നെയ്യും കൂടി മിക്സപ്പ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പോർക്ക് ബട്ട് എടുത്തത്. ദെൻ അതൊരു പാനിലോട്ട് നമ്മൾ മാറ്റുക. പാനിലോട്ട് മാറ്റി കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സവാളയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഇതിനകത്തോട്ട് നമ്മൾ പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ ഗരം മസാല, പിന്നെ കുറച്ച് ചിക്കൻ മസാല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഡിപ്പെൻസ് അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റും നിങ്ങളുടെ എരിവും ഒക്കെ അനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ എൻ്റെ ടേസ്റ്റും എരിവും അനുസരിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് കുറച്ചധികം കാശ്മീരി മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തു. ദെൻ കാശ്മീരി മുളക് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഡിപ്പെൻസ് അപ്പോൺ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് അവിടെ അവൈലബിലിറ്റി അനുസരിച്ചുള്ള എനിക്കിവിടെ വളരെ കുറച്ചാണ് കരിവേപ്പില കിട്ടാനുള്ളത്. ഞാൻ വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. ദെൻ ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഈ സവാള എല്ലാം കൂടി മിക്സപ്പ് ഒരു സ്മെല്ല് വരും. നിങ്ങളത് എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. നല്ലൊരു സ്മെല്ലാണ്. ദെൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് സ്റ്റൗ ഓൺ ആക്കാൻ. ഞാൻ ഇതുവരെയായിട്ട് ഓൺ ആക്കിയിട്ടില്ല. ദെൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും എല്ലാ മിക്സും ആയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഓൺ ചെയ്യുക. ഓൺ ചെയ്ത് നമുക്ക് നന്നായിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ ഇതിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം അത് വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇതിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു 5ഓ 10ഓ മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒരു 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ മിക്സ് ചെയ്യുക. ഇടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കിതിനകത്ത് ഇനി എക്സ്ട്രാ പൊടികൾ ചേർക്കുന്നത് വെച്ചാൽ ഇത് ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഇതിനകത്ത് എന്തെങ്കിലും മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ എന്തെങ്കിലും എരിവ് അനുസരിച്ച് എരിവ് കൂട്ടുക. അല്ലെങ്കിൽ ഗരം മസാല കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക. അല്ലാണ്ട് നമുക്ക് അതിനകത്ത് ഇനി എക്സ്ട്രാ പൊടികളൊന്നുമില്ല. ഇനി കുക്കിംഗ് ടൈം ആണ്. ഇതിന് ഏകദേശം ഒരു 45 മിനിറ്റ്സ് കുക്കിംഗ് ടൈം വരുന്നുണ്ട്. ഇത് നമുക്ക് കുക്കറിലും ചെയ്യാം. ബട്ട് എനിക്ക് ഇത് പാനിൽ ചെയ്ത് അങ്ങനെ ആ ടേസ്റ്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പാനിൽ തന്നെ ചെയ്യണേ, കുക്കറിൽ ചെയ്യാത്തത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ നന്നായിട്ട് അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ദെൻ ഇതിനകത്ത് നമുക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കണ്ടിന്യൂ ദിസ് വൺ. ദെൻ നമുക്കിത് അടച്ചു വെച്ച് ഒന്നുകൂടി വേവിക്കണം. കുറച്ച് നേരം കൂടിയും കഴിഞ്ഞിട്ട് ഈ വെള്ളം ഒന്ന് വറ്റും. ഇപ്പോൾ ഈ സ്റ്റേജിലാവുമ്പോഴേക്കും അത്യാവശ്യം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞ ശേഷം ഇതിനകത്തോട്ട് നമ്മൾ നല്ല ചൂടുവെള്ളം നന്നായിട്ട് തിളച്ചോട്ടെ. തിളച്ച വെള്ളം ഞാനൊരു 1/4 ഗ്ലാസ്സാണ് ഒഴിച്ചു കൊടുത്തത്. അതായത് നിങ്ങൾ ഒന്ന് ഒരു കഷ്ണം എടുത്ത് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഇനി എന്തോരം വേവാനുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്തോരം മീറ്റ് എടുക്കുന്നു അതുമാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ എനിക്ക് ഇവിടെ ആവശ്യമുള്ളത് ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ്. നല്ല ചൂടൻ വെള്ളം വേണം. തണുത്തുള്ള ഒഴിക്കരുത്. അപ്പോൾ അതിന് കറിയുടെ ടേസ്റ്റേ പോവും. നന്നായിട്ട് ചൂടൻ വെള്ളം ആക്കിയതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ദെൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ദെൻ ഫൈനലി നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേജിൽ കിട്ടും. അതായത് ആ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നതിന് ശേഷം ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുരുമുളക് പൊടിയാണ് ഫൈനൽ സ്റ്റേജിൽ ചേർക്കാനുള്ളത്. ഇപ്പം നിങ്ങൾ വേവൊക്കെ നോക്കിയിട്ട് ഇനിയും വേവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ചൂടുവെള്ളം ആഡ് ചെയ്തിട്ട് ഒന്നും കൂടിയും ഒന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം കൂടി ഒന്ന് കുക്ക് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ഇപ്പം നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. നല്ലൊരു സ്മെല്ലുണ്ടാവും. ആ വെളിച്ചെണ്ണ ആഡ് ചെയ്യല്ല. ഓൾറെഡി നന്നായിട്ട് എനിക്ക് കുറച്ചുള്ളതുകൊണ്ട് നന്നായിട്ട് നെയ്യൊക്കെ ഇറങ്ങി നല്ല രസമായിട്ടുണ്ട്. ഇനി ഫൈനൽ സ്റ്റേജായിട്ട് നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ കുരുമുളക് പൊടിയാണ്. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കുരുമുളക് പൊടി ലാസ്റ്റ് പാർട്ടിൽ. ഞാൻ അതുകൊണ്ടാണ് ഫസ്റ്റ് പാർട്ടിലൊന്നും കുരുമുളക് പൊടി ആഡ് ചെയ്യാതിരുന്നത്. ലാസ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് ബ്ലാക്ക് പെപ്പർ എടുക്കണമെങ്കിൽ എടുക്കാം, വൈറ്റ് പെപ്പർ എടുക്കണമെങ്കിൽ എടുക്കാം. ഡിപ്പെൻസ് അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് എടുക്കാം. നല്ല ടേസ്റ്റി
പോർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിലോട്ട് മാറ്റാം, സെർവ് ചെയ്യാം. നല്ല അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും വൺസ് ട്രൈ ചെയ്തു. താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ പറയണം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ ഗൈസ്.